Hi, welcome to Southwest. This is Srilakshmi from Kerala. For the past few days, Kerala has been discussing about the death of Kochi teenager Meher Ahmed, and his family blames the school authorities and his classmates for ragging and is now fighting for justice. In this scenario, we have to discuss about children's rights. Are we truly aware about children's rights? To discuss this, we have with us High Court lawyer and criminologist Advocate A.V. Vimal Kumar. Let's welcome him. നമസ്കാരം സർ. മെഹർ അഹമ്മദിന്റെ മരണം അവശേഷിപ്പിക്കുന്ന സാമൂഹിക വിഷയങ്ങൾ നിരവധിയാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട നിയമങ്ങളിൽ മുതിർന്ന ആളുകൾക്കുള്ള അജ്ഞത കൂടിയാണ്. ജുവനൈൽ ജസ്റ്റിസ് എന്താണ് എന്ന് കൂടുതൽ വിശദീകരിക്കാമോ സർ? ഇന്ത്യയിലെ കുട്ടികൾക്കായിട്ട് ഉള്ള നിയമമാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ 2015. ബാലനീതി അഥവാ കുട്ടികൾക്ക് നീതി, കൂടാതെ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ശ്രദ്ധയും സംരക്ഷണവും. ആദ്യമായിട്ട് കുട്ടികൾക്ക് ഇന്ത്യയിൽ ഒരു നിയമം നിലവിൽ വരുന്നത് 1960-ലാണ്. അത് ചിൽഡ്രൻസ് ആക്ട് എന്നുള്ള പേരിലായിരുന്നു. അതിനുശേഷം 1986-ൽ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നുള്ള പേരിൽ നിയമം പരിഷ്കരിച്ചു. പിന്നീട് 2000-ൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് എന്നുള്ള പേരിൽ പിന്നെയും നിയമം പരിഷ്കരിച്ചു. അതിൻ്റെ ഉള്ളിൽ പ്രധാനമായിട്ടും എഴുതി ചേർത്താണ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ, ശ്രദ്ധയും സംരക്ഷണവും കുട്ടികൾക്ക്. അതിനുശേഷം പിന്നെ നിയമം വീണ്ടും അമെൻഡ് ചെയ്തിട്ടാണ് 2015-ൽ ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ആക്ട് എന്നുള്ള പേരിൽ ഇന്ന് കാണുന്ന ആക്ട് നിലവിൽ വന്നത്. ഈ 2015-ലെ നിയമം പരിഷ്കരിക്കാനുള്ള ഒരു കാരണം നിർഭയ കേസും തുടർന്നുണ്ടായ ചില സംഭവ വികാസങ്ങളുമാണ്. നമ്മുടെ നിയമങ്ങളിൽ കുട്ടി എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് 18 വയസ്സിൽ താഴെയുള്ള വ്യക്തി എന്നതാണ്. അതിൽ ജെൻഡർ ഡിഫറൻസ് ഇല്ല. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും 18 വയസ്സിൽ താഴെയുള്ള ഏതൊരു വ്യക്തിയെയും അല്ലെങ്കിൽ കുട്ടിയെയും കുട്ടി എന്നുള്ളത് നമ്മുടെ നിയമത്തിൻ്റെ ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എന്തിനാണ് ഇങ്ങനൊരു നിയമം എന്ന് ചോദിച്ചാൽ, നമ്മൾ കുട്ടികൾ ചെയ്യുന്ന കുറ്റകൃത്യത്തിന് മുതിർന്നവരുടെ കൂട്ട ശിക്ഷ കൊടുത്തു കഴിഞ്ഞാൽ ആ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവർ കൊടും കുറ്റവാളികളായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ കുട്ടികളെ കുട്ടികളായിട്ട് കണക്കാക്കുകയും അവർക്ക് ശിക്ഷ കൊടുക്കണേക്കാൾ ഉപരി അവരെ പറഞ്ഞ് മനസ്സിലാക്കി റിഫോം ചെയ്ത് തിരിച്ചു കൊണ്ടുവരാനാണ് നമ്മുടെ നിയമത്തിൽ പറയുന്നത്. അതുകൊണ്ടാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു നിയമം തന്നെ പാർലമെന്റ് പാസ്സാക്കിയത്. മുതിർന്നവരിലുള്ള കുറ്റവാസനയിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ഒരു കുട്ടിയിലുള്ള കുറ്റവാസന. എന്തൊക്കെ സാഹചര്യങ്ങളാണ് ഒരു കുട്ടിയെ കുറ്റവാളിയാക്കുന്നത്? എന്തൊക്കെ സാഹചര്യങ്ങളാണ് അവനെ ഒരു കുറ്റം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്? പ്രധാനമായും കുട്ടികൾ കുറ്റകൃത്യത്തിലേക്ക് വരുന്നത് അവരുടെ കുടുംബാന്തരീക്ഷം തന്നെയാണ്. മുൻകാലങ്ങളിൽ ദാരിദ്ര്യം ഒരു പ്രധാന ഘടകമായിരുന്നെങ്കിൽ ഇന്ന് എന്ന് പറയുന്ന സാധാരണ കുടുംബങ്ങളിൽ അച്ഛനും അമ്മയും ജോലിക്ക് പോണവരായിരിക്കും. അപ്പം കുട്ടികളെ അവർക്ക് വേണ്ട വിധേന ശ്രദ്ധിക്കാൻ പറ്റാണ്ടിരിക്കുന്ന അവസ്ഥകളൊക്കെ ഉണ്ട്. അതുകൂടാതെ കൂട്ടുകുടുംബങ്ങളിൽ നിന്ന് അണുകുടുംബങ്ങളിലേക്ക് മാറിയപ്പം മാതാപിതാക്കൾ മാത്രം കുട്ടികൾ കണ്ടു പഠിക്കുകയും അതുകൂടാതെ മറ്റുള്ളവരായിട്ട് കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് വരെയൊക്കെ ചെയ്യുമ്പം അവരുടെ സ്വഭാവങ്ങളൊക്കെ ഒരുപാട് പഴയ കാലത്തിൽ നിന്നും മാറാനുള്ളൊരു മെയിനായിട്ടുള്ള കാരണമാണ്. അതുപോലെ തന്നെ മാതാപിതാക്കളിൽ ഒരു വിഭാഗം മദ്യപാനം പതിവാക്കിയവരും അതുപോലെ തന്നെ മൊബൈൽ ഫോണിൽ ഫുൾ ടൈം ഒഴുകിയവരൊക്കെ ആവുമ്പോൾ അതെല്ലാം ഇന്നത്തെ കുട്ടികൾ അനുകരിക്കുകയും കണ്ടുപഠിക്കുകയും അതിൻ്റെ ഇമ്പാക്റ്റ് കുട്ടികളിൽ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അവരെ മാത്രമായിട്ട് കുറ്റം പറയാൻ പറ്റില്ല. കാര്യം വീട്ടിൽ നിന്ന് സ്നേഹം കിട്ടാത്ത കുട്ടികൾ പുറത്തുനിന്നുള്ള സ്നേഹം എടുക്കുകയും അതുവഴി പഠിത്തം എന്നുള്ളതും വഴിമാറി ചിന്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ആവുന്നു. അതുകൂടാതെ മാതാപിതാക്കൾ തമ്മിലുള്ള വഴക്കുകൾ കുട്ടികളെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാര്യം അച്ഛനും അമ്മയും വീട്ടിൽ വരുമ്പോൾ ഏത് നേരം വഴക്ക് പിടിക്കുക എന്നൊക്കെ പറയുമ്പോൾ അവൻ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും അതുപോലെ കൂട്ടുകെട്ടുമൊക്കെ എടുക്കുന്ന പല സാഹചര്യങ്ങളും പലപ്പോഴും സംജാതം ആവാറുണ്ട്. അതുപോലെ തന്നെ ക്രിമിനൽ സ്വഭാവമുള്ള മാതാപിതാക്കളുടെ കുട്ടികൾ അത്തരം കാര്യങ്ങളിലേക്ക് വീഴാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. കാര്യം നമ്മൾ തന്നെ അറിയാമല്ലോ, കാറിലൊക്കെ പോകുമ്പം വഴിയിൽ എന്തെങ്കിലും ട്രാഫിക് പ്രശ്നം കാണുമ്പോൾ അച്ഛൻ മറ്റുള്ളവരെ തെറി വിളിക്കുക, അതവൻ അനുകരിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ കുട്ടികൾക്ക് തന്നെത്താനെ തോന്നുകയാണ് അതുപോലെയാണ് നമ്മളും ചെയ്യേണ്ടതെന്ന്. അതൊക്കെ ഇതിനകത്ത് വരുന്ന ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം പറയാനുള്ളത് സ്കൂൾ അന്തരീക്ഷമാണ്. അതായത് കുടുംബാന്തരീക്ഷം ശരിയല്ലാത്ത കുട്ടികൾ എപ്പോഴും ക്ലാസ്സിൽ പ്രശ്നക്കാരായിരിക്കും. അവർ എപ്പോഴും അധ്യാപകർക്കൊരു തലവേദനയായിരിക്കും. അതുകൂടാതെ ഈ പ്രശ്നങ്ങൾ പതിവാകുമ്പോൾ കുട്ടികളുടെ ചെറിയ തെറ്റുകൾക്ക് അധ്യാപകർ വലിയ ശിക്ഷകൾ കൊടുക്കും. അപ്പം അതൊരു പ്രശ്നമാണ്. അതുകൂടാതെ തന്നെ സസ്പെൻഷൻ, ഡിസ്മിസലിലേക്ക് ഇവരെയൊക്കെ കുട്ടികളെ നയിക്കാനുള്ളൊരു കാര്യവും. അതുപോലെ മാതാപിതാക്കൾ കഴിഞ്ഞ കുട്ടികളെ തിരുത്താൻ പറ്റുന്ന ഒരു വിഭാഗമാണ് അധ്യാപകർ. അവർ ഭൂരിഭാഗവും അതിന് തയ്യാറാവാറില്ല. അവരെപ്പോഴും പിള്ളേരെ ബ്ലെയിം ചെയ്യും. അങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കുട്ടികൾ പിന്നെയും കുറ്റകൃത്യത്തിലേക്ക് പോകാനുള്ള ഒരു ഇതിലേക്കൊക്കെ പോകും.
അപ്പോൾ ഇങ്ങനെയുള്ള കുട്ടികളുടെ കുടുംബ പശ്ചാത്തലമാണ് ആദ്യം തന്നെ അധ്യാപകർ അന്വേഷിക്കേണ്ടത്. ഒരു കുട്ടി ക്ലാസ്സിൽ ഒരു സുഖമില്ലാത്ത രീതിയിൽ പെരുമാറുമ്പോൾ അധ്യാപകർ അവരുടെ അടുത്ത് സംസാരിക്കുക, അല്ലെങ്കിൽ സ്കൂളിലുള്ള കൗൺസിലിങ്ങിന് കൊടുക്കുക. അതിന് പകരം അവനെ നീ ശരിയല്ല, നിൻ്റെ രീതികൾ ശരിയല്ല എന്ന് പറഞ്ഞ് പാരൻസിനെ വിളിപ്പിക്കുകയും അവരുടെ അടുത്ത് ഷൗട്ട് ചെയ്യുകയും ചെയ്യുന്നതൊന്നും അത്ര നല്ലൊരു കാര്യമായിട്ട് തോന്നുന്നില്ല. ഇതൊക്കെയാണ് ഇന്നത്തെ കാലത്ത് കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കാനുള്ള മറ്റൊരു കാര്യം. പിന്നെ ചില കേസിൽ കുട്ടികളെ മാത്രമല്ല മാതാപിതാക്കളെയും കൂടെ കൗൺസിലിങ്ങിന് വിധേയമാക്കുന്ന പല സാഹചര്യങ്ങളും ഇന്നത്തെ കാലത്ത് നമ്മൾ കാണാറുണ്ട്. അതുപോലെ തന്നെ കുട്ടികളോട് നീ പഠിക്കാൻ കൊള്ളില്ല എന്ന് പറയുന്നത് വലിയൊരു ക്രൂരതയാണ്. പല കുട്ടികളോടും പറയുന്ന ഈ ഒരു കാലത്ത് നന്നാവില്ല എന്ന് പറയുന്ന പല ടീച്ചേഴ്സും ഉണ്ട്. അങ്ങനത്തെ കമൻസൊക്കെ പരമാവധി നമ്മൾ ഒഴിവാക്കണം. അതുകൂടാതെ തന്നെ നീ അവൻ്റെ കൂടെ കൂടരുത്, ഇവൻ്റെ കൂടെ കൂടരുത്, അത്തരം കമൻസ് നമ്മൾ ഒഴിവാക്കണം. അതുപോലെ തന്നെ പഠന വൈകല്യമുള്ള കുട്ടികളെ തിരിച്ചറിയുക എന്നാണ് ഒരു അധ്യാപകൻ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം. ചില കുട്ടികൾക്ക് എന്തെങ്കിലും പഠന വൈകല്യങ്ങൾ ഉണ്ടാവും. അതൊക്കെ അധ്യാപകർ തിരിച്ചറിഞ്ഞതിന് ശേഷം അവർക്ക് അതിനുള്ള പ്രത്യേകമായ ക്ലാസ്സുകളും മറ്റും കൊടുക്കേണ്ടതാണ്. അല്ലെങ്കിൽ ഈ കുട്ടികളൊക്കെ വേറെ രീതിയിൽ കുറ്റകൃത്യങ്ങളോ അല്ലെങ്കിൽ വഴിവഴിച്ചു പോകാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ മാനസിക പ്രശ്നങ്ങൾ കുട്ടികൾക്ക് അഫക്റ്റ് ചെയ്യാറുണ്ട്. ചില കുട്ടികളിൽ ബുദ്ധി കുറവുണ്ടാവാറുണ്ട്, ദേഷ്യക്കൂടുതലുണ്ടാവാറുണ്ട്, ക്ഷമക്കുറവുണ്ടാവാറുണ്ട്. അതുപോലെ മറ്റുള്ളവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ കുട്ടികളിലുണ്ടാവാറുണ്ട്. ഹൈപ്പർ ആക്ടിവിറ്റി ഉണ്ടാവാറുണ്ട്. ADHD എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ, അതുണ്ടാവാറുണ്ട്. എന്നിവയൊക്കെ ഉണ്ടാവുമ്പോൾ ഈ കുട്ടികളുടെ പൊതുവെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവിനെയും അതുപോലെ മറ്റു പല കാര്യങ്ങളെയും ഇതൊക്കെ ബാധിക്കാറുണ്ട്. അപ്പം ഇതൊക്കെ തിരിച്ചറിഞ്ഞ് വേണ്ട ചികിത്സ കൊടുക്കുകയാണെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇത് മാറ്റാൻ സാധിക്കും. തുടക്കത്തിൽ തന്നെ മാറ്റിയില്ലെങ്കിൽ കുട്ടികൾ വേറെ രീതിയിൽ പോകാനുള്ള പല ചാൻസുകളുമുണ്ട്. മറ്റൊന്ന് പിയർ ഗ്രൂപ്പ് പ്രഷർ എന്നുള്ളതാണ്. അതായത് തന്നേക്കാൾ മുതിർന്ന ആളുകളുമായി ഉണ്ടാക്കുന്ന ഫ്രണ്ട്ഷിപ്പുകൾ. വീട്ടിൽ നിന്ന് സ്നേഹവും പരിചരണവും ഒന്നും കിട്ടാതായി കഴിയുമ്പോൾ അവൻ മറ്റുള്ള ആൾക്കാരുമായിട്ട് ഫ്രണ്ട്ഷിപ്പിന് പോകും. കാര്യം തന്നേക്കാൾ മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള കമ്പനി തുടങ്ങും, അതിലൂടെ മദ്യപാനം തുടങ്ങും, മറ്റുള്ള ആക്ടിവിറ്റീസിൽ അവരുടെ ഒപ്പം പങ്കെടുക്കാൻ തുടങ്ങും. അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പ്രായത്തിനേക്കാൾ കൂടുതൽ കവിഞ്ഞ കാര്യങ്ങൾ കുട്ടികൾ പഠിച്ചു തുടങ്ങും. അതായത് കുട്ടികളെ ലൈംഗികമായിട്ട് ദുരുപയോഗം ചെയ്യുക, അതുപോലെ നീലച്ചിത്രങ്ങൾ കാണിക്കുക, മയക്കുമരുന്നിന് അടിമയാക്കുക, അതുപോലെ മയക്കുമരുന്ന് കടത്തിനൊക്കെ ഉപയോഗിക്കുക. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സാമൂഹ്യ വിരുദ്ധർ കുട്ടികളെ ഉപയോഗിക്കാൻ ഇടയാവും. അപ്പോൾ നമ്മൾ വീട്ടിൽ നമ്മൾ കുട്ടികളുടെ കൂട്ടുകാരാരാണുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാത്ത പക്ഷം നമ്മുടെ കുട്ടികൾ അവരുടെക്കാളും മുതിർന്ന ആൾക്കാരുമായിട്ടുള്ള കൂട്ടുകൂടിയും അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് കുട്ടികളിൽ ഉണ്ടാവുകയൊക്കെ ചെയ്യും. ഈ മുതിർന്ന ആൾക്കാരുമായിട്ട് കൂട്ടുകൂടുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവരെ കൊണ്ട് പണം കൊടുത്ത് പല കാര്യങ്ങളും ഈ മുതിർന്നവർ ചെയ്യിപ്പിക്കും. അതുപോലെ തന്നെ വീട്ടിൽ നിന്ന് പണം എടുക്കാനൊക്കെ പണം മോഷ്ടിക്കാനൊക്കെ പ്രേരിപ്പിക്കുകയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മുടെ മക്കളുടെ കൂട്ടുകാരാണ് നമ്മളും അറിഞ്ഞിരിക്കേണ്ട ഒരു ബാധ്യതയുണ്ട്. ഇതിൻ്റെ എല്ലാം ഇത്തരം കാര്യങ്ങളാണ് കുട്ടികളെ കുറ്റകൃത്യത്തിലേക്ക് മെയിനായിട്ട് അട്രാക്റ്റ് ചെയ്യുന്ന കുറേ ഘടകങ്ങൾ. പിന്നെ ഒരു കാര്യം പറയാനുള്ള ലാക്ക് ഓഫ് മോറൽ ഗൈഡൻസ് എന്നുള്ളതാണ്. പണ്ട് ഉള്ള വീടുകളിൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ ഉണ്ടാകുമ്പം അവർ മോറൽ സ്റ്റോറീസ് പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ കുട്ടികളെ നേരായ വഴിക്ക് നടത്തും. പഴയ കഥകളൊക്കെ പറഞ്ഞ് അങ്ങനെയാണ്, ഇങ്ങനെ ഇതാണ് ശരി, ഇതാണ് തെറ്റ്. ഇന്നെന്ന് പറഞ്ഞാൽ ഗ്രാൻഡ് പാരൻസ് ഇല്ലാത്ത വീടുകളാണ് കൂടുതലുള്ളത്, ന്യൂക്ലിയർ കുടുംബങ്ങളാണ്. അതുപോലെ പാരൻസിന് മോറൽ സ്റ്റോറീസ് പല പാരൻസിനും അറിയില്ല. അപ്പോൾ അങ്ങനെ ഉള്ള അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ കുട്ടികൾക്ക് ഒരു മൊറാലിറ്റി എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലാതാവുകയും അതിൻ്റെ ഫലമായിട്ട് കുട്ടികൾ തനിക്ക് തോന്നുന്ന കാര്യങ്ങളെല്ലാം, ചുറ്റുപാടും കാണുന്നത് കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നുക, അതുപോലെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യങ്ങളെല്ലാം ശരിയാണെന്ന് തോന്നുക, അതുപോലെ റീൽസിൽ കാണുന്ന കാര്യങ്ങൾ അനുകരിക്കാൻ നോക്കുക. ഇതൊക്കെ ആണ് മെയിനായിട്ട് ഇന്നത്തെ കുട്ടികൾ കുറ്റകൃത്യത്തിലേക്ക് പോകുന്നതിനുള്ള ഒരു ഘടകം. ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ റീസെൻ്റായിട്ട് കേട്ടൊരു സംഭവമാണ്, ടി വിയിലൊക്കെ ഉണ്ടായിരുന്നു. ഈ 12ാം ക്ലാസ്സുകാരൻ എന്താടാ ഇവിടെ നിൽക്കണമെന്ന് ചോദിച്ചതിന് SIയെ പിടിച്ച് മലർത്തി അടിച്ചു തലക്കടിച്ചു എന്തൊരു സംഭവം നമ്മൾ കണ്ടു. അപ്പോൾ ഇത്തരത്തിലുള്ള കുറ്റകൃത്യങ്ങളൊക്കെ കൂടാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം ഘടകങ്ങളാണ്. കുറ്റകൃത്യം ചെയ്യുന്ന കുട്ടികൾ മാത്രമല്ല, സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾ കൂടിയുണ്ടല്ലോ. ഈ മിഹിർ അഹമ്മദിന്റെ കേസിൽ കുറ്റാരോപിതരിൽ കുട്ടികൾ കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ നിയമം എങ്ങനെയാണ് ഇതൊക്കെ തരം തിരിക്കുന്നത്? ഈ നിയമത്തിൽ നമുക്ക് കുട്ടികളെ രണ്ടായിട്ട് തിരിക്കാം. ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, ശ്രദ്ധയും സംരക്ഷണവും വേണ്ട കുട്ടികൾ. രണ്ടാമത്തെ കാറ്റഗറി ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ, നിയമത്തിന് വിരുദ്ധമായി കുറ്റം ചെയ്യപ്പെട്ട കുട്ടി. ഇവിടെ നമുക്ക് ആരാണ് ചൈൽഡ് നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് നോക്കാം. വിക്ടിംസ് ഓഫ് ചൈൽഡ് ലേബറിന് ഇരയായിട്ടുള്ള കുട്ടികൾ. നമ്മൾ മറ്റുള്ള സ്റ്റേറ്റിൽ നിന്നൊക്കെ ആൾക്കാരും ഏജന്റുമാരും ഒക്കെ കടത്തിക്കൊണ്ടുവരുന്ന കുട്ടികളെല്ലാം ഈ കാറ്റഗറി പെടും. അതുപോലെ വിക്ടിംസ് ഓഫ് ചൈൽഡ് ബെഗറി, അതായത്
ഭിക്ഷയാചിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അന്യ സംസ്ഥാനത്തു നിന്നും മറ്റൊന്നൊക്കെ കടത്തിക്കൊണ്ടുവന്ന കുട്ടികൾ ഈ കാറ്റഗറി പെടും. അതുപോലെ തന്നെ വിത്തൗട്ട് എനി ഹോം, വീടില്ലാത്ത കുട്ടികൾ. അതുപോലെ അബ്യൂസ്ഡ് ഓർ എക്സ്പ്ലോയിറ്റഡ് ബൈ പാരൻസിനാൽ പീഡിപ്പിക്കപ്പെടുന്ന കുട്ടികൾ. അതുപോലെ തന്നെ മെൻ്റലി ഓർ ഫിസിക്കലി ചാലഞ്ച്ഡ് അങ്ങനെയുള്ള കുട്ടികൾ. സ്ട്രീറ്റ് ചിൽഡ്രൻ. അതുപോലെ സറണ്ടറേഡ് ചിൽഡ്രൻ, അതായത് അച്ഛനമ്മമാർക്ക് നോക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് കുട്ടികളെ സറണ്ടർ ചെയ്യുമ്പോൾ ആ കാറ്റഗറിയിലുള്ള കുട്ടികൾ. അതുപോലെ അബാൻഡൻ ചിൽഡ്രൻ, അനാഥരാക്കപ്പെട്ട കുട്ടികൾ. അതുപോലെ റൺഅവേ ചിൽഡ്രൻ, ഓടിപ്പോകുന്ന കുട്ടികൾ. വിക്ടിംസ് ഓഫ് ചൈൽഡ് ട്രാഫിക്കിംഗ് വഴി വന്ന കുട്ടികൾ. വിക്ടിംസ് ഓഫ് ഡ്രഗ് അബ്യൂസ്, അത്തരത്തിലുള്ള കുട്ടികൾ. അതുപോലെ തന്നെ വിക്ടിംസ് ഓഫ് നാച്ചുറൽ കലാമിറ്റി, പ്രകൃതി ദുരന്തങ്ങളിൽ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട കുട്ടികൾ. അതുപോലെ വിക്ടിംസ് ഓഫ് ആർമ്ഡ് കോൺഫ്ലിക്ട്സ്, അതായത് സായുധ വിപ്ലവം മൂലം അച്ഛനമ്മ നഷ്ടപ്പെട്ട കുട്ടികൾ. അതുപോലെ ചൈൽഡ് ഇമൻ റിസ്ക് ഓഫ് ചൈൽഡ് മാരേജ്, കുട്ടികളെ ഇന്നത്തെ കാലത്ത് അതൊന്നുമില്ല, മാരേജിന് നിർബന്ധിക്കുക, ചൈൽഡ് മാരേജിന് നിർബന്ധിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അത്തരം കുട്ടികളെയൊക്കെയാണ് ഈ ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. കുറച്ചു കാലങ്ങളായി നമ്മുടെ നാട്ടിലുള്ള ഒരു ട്രെൻഡാണ്, ഒരു അന്യസംസ്ഥാന തൊഴിലാളിക്കൊപ്പം അവരുടേതല്ല എന്ന് നമുക്ക് തോന്നുന്ന ഒരു കുട്ടിയെ കണ്ടാൽ, അല്ലെങ്കിൽ വഴിയിൽ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഒരു കുട്ടിയെ കണ്ടാൽ ഉടൻ തന്നെ അവൻ്റെ ചിത്രങ്ങളും വീഡിയോയും എടുത്ത ശേഷം അത് സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുക. ഒരുപക്ഷെ അതിന് പിന്നിലുള്ള ഉദ്ദേശം നല്ലതായിരിക്കാം, ഈ കുഞ്ഞിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കുക എന്നത് തന്നെയായിരിക്കാം ഉദ്ദേശം. പക്ഷേ ഇങ്ങനെയാണോ ഇത്തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്യേണ്ടത്? ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആണ്. കാര്യം ഈയിടെയായിട്ട് നമ്മൾ ഒരുപാട് വൈറലായിട്ടുള്ള വീഡിയോ കാണാറുണ്ട്. അച്ഛനമ്മമാരുടെ ചായ ഇല്ലാത്തൊരു കുട്ടിയെ കണ്ടു, അതുപോലെ അന്യ സംസ്ഥാനക്കാരൻ്റെ കയ്യിൽ മലയാളി കുട്ടിയെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് പല സ്ഥലത്തുനിന്നും വീഡിയോ എടുത്തതിന് ശേഷം മാക്സിമം ഷെയർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ അയച്ചു കൊടുക്കുന്നൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് എന്തിനാണ് ഇങ്ങനെ മാക്സിമം ഷെയർ ചെയ്യണമെന്ന് മനസ്സിലാവുന്നില്ല. ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ അധികാരികളെ അറിയിക്കുക എന്നല്ലാണ്ട് ഇത് മാക്സിമം ഷെയർ ചെയ്തുകൊണ്ട് ആർക്കെന്ത് ഗുണം കിട്ടുന്നറിയില്ല. സ്വന്തമായി വൈറലാവുകയാണോ അത് അജ്ഞത കൊണ്ടാണോ എന്നുള്ളത് നമുക്കിനി അതിൽ പറയാൻ പറ്റില്ല. പക്ഷേ അത്തരം രീതികൾ ശരിയല്ല. നമ്മൾ അത്തരത്തിലൊരു കുട്ടിയെ കിട്ടുവാണെങ്കിൽ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിലാണ് നമ്മൾ ഹാജരാക്കേണ്ടത്. നേരത്തെ പറഞ്ഞ കാറ്റഗറിയിലുള്ള കുട്ടികളൊക്കെ നമ്മുടെ കൈ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിലാണ് ഹാജരാക്കേണ്ടത്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റികളെ കുറിച്ച് കൂടുതൽ വിശദീകരിക്കാമോ സർ? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി അഥവാ ശിശുക്ഷേമ സമിതി, ഇത് എല്ലാ ജില്ലകളിലും ഫങ്ഷനിങ് ആയിരിക്കും. ഓരോ ജില്ലയിലും ഓരോ ശിശുക്ഷേമ സമിതി വെച്ചിട്ട് ഉണ്ടായിരിക്കും. ഇവരുടെ കർത്തവ്യം എന്താണെന്ന് വെച്ചാൽ, ഇത്തരത്തിലൊരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കെയറും പ്രൊട്ടക്ഷനും എല്ലാം നോക്കേണ്ടത് ഈ ശിശുക്ഷേമ സമിതിയാണ്. ശിശുക്ഷേമ സമിതിയുടെ മുമ്പിൽ ഹാജരാക്കുന്ന കുട്ടിയുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവരാണ് ചെയ്യുന്നത്. ഇപ്പം കുട്ടി അഡോപ്ഷന് വിടണമെങ്കിൽ തന്നെ അവരാണ് അതിൽ തീരുമാനം എടുക്കുന്നത്. ഈ കമ്മിറ്റിയിൽ മൊത്തം 4 മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. അതിനകത്ത് ഒരാൾ ചെയർപേഴ്സൺ ആയിരിക്കും, ബാക്കി ഒരാളൊരു വനിതയായിരിക്കും, ഒരാൾ ചൈൽഡ് എക്സ്പേർട്ട് ആയിരിക്കും. സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളുടെ കാര്യം നമ്മൾ സൂചിപ്പിച്ചിരുന്നുവല്ലോ. ഈ സംരക്ഷണം ആവശ്യമുള്ള കുട്ടികളെ അയക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്? ഇത്തരത്തിലൊരു കുട്ടിയെ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ മുമ്പിൽ ഹാജരാക്കുമ്പോൾ ആ കുട്ടിയെ അവർ ഏറ്റെടുത്തതിന് ശേഷം അതിന് പാരൻസ് ഉണ്ടെങ്കിൽ പാരൻസിനെ ഏൽപ്പിക്കും, അല്ലെങ്കിൽ സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ സ്പോൺസർഷിപ്പ് കൊടുക്കും, അല്ലെങ്കിൽ അഡോപ്ഷൻ ഉണ്ടെങ്കിൽ അഡോപ്ഷനും കൊടുക്കും. ഇതൊന്നുമില്ലെങ്കിൽ ആ കുട്ടിയെ ചിൽഡ്രൻസ് ഹോമിലേക്ക് അയക്കും. അവിടെ എന്ന് പറഞ്ഞാൽ കുട്ടിയുടെ പരിപാലനം, സംരക്ഷണം, വിദ്യാഭ്യാസം, പരിശീലനം, വികസനം, പുനരധിവാസം എല്ലാം നടക്കും. അതിനുശേഷം ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ ആ കുട്ടിയെ ആഫ്റ്റർ കെയർ ഫെസിലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവത്തിൽ പ്രവേശിപ്പിക്കും. അവിടെ കുട്ടിക്ക് വൊക്കേഷണൽ ആയിട്ടുള്ള ജോലിക്കുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളെല്ലാം കൊടുക്കും. അത് 21 ഇയേഴ്സ് വരെയും അവിടെ പാർപ്പിക്കും. അതിനുശേഷം അവന് ജോലിക്ക് പോകാനോ അതിനൊക്കെ പറ്റും. ഇങ്ങനെയാണ് അതിൻ്റെ പ്രവർത്തനം വരുന്നത്. കുറ്റവാളി അല്ലെങ്കിൽ ബാലകുറ്റവാളി തുടങ്ങിയ പദങ്ങളൊന്നും തന്നെ നമ്മളിപ്പോൾ ഉപയോഗിക്കാറില്ല. അതിന് പിന്നിൽ എന്തെങ്കിലും പ്രത്യേകിച്ചൊരു കാരണമുണ്ടോ? എങ്ങനെയാണ് നിയമം ഇവരെ കൈകാര്യം ചെയ്യുന്നത്? CCL, ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ. കുട്ടികളെ കുറ്റം ചെയ്തു കഴിഞ്ഞാൽ കുറ്റവാളികളെ പറയുന്ന പേരാണത്. ആദ്യമൊക്കെ ബാലകുറ്റവാളി, കുറ്റവാളി എന്നൊക്കെയായിരുന്നു. ഇപ്പോൾ പക്ഷേ ആ പദം മാറ്റിയതിന് ശേഷം ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ എന്നത് പുതിയ അമെൻമെൻറ്റിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഒരു വാക്കാണ്. നിയമത്തിന് വിരുദ്ധമായി കുറ്റം ചെയ്തപ്പെട്ട 18 വയസ്സ് തികയാത്ത കുട്ടി, അതാണ് ഇതിൽ അർത്ഥമാക്കുന്നത്. സാധാരണ കുറ്റവാളികളെ അക്യൂസ്ഡ് എന്ന് പറയുന്നു. പക്ഷേ ഇവിടെ ഇത്തരം പദങ്ങൾ ഒഴിവാക്കുന്നു. ഇവിടുത്തെ ഉദ്ദേശം, ഈ ലോയുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കുക എന്നല്ല, പകരം റിഫോർമേഷൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ, അരോചകമായ പദങ്ങളൊക്കെ ഒഴിവാക്കി ഇത്തിരി സ്മൂത്തായിട്ടുള്ള പദങ്ങളൊക്കെ ഇതിനുള്ളിൽ ചേർത്തിട്ടുള്ളത്. അതായത് കുട്ടികൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, മുതിർന്ന ആൾക്കാർ കുറ്റം ചെയ്യുമ്പോൾ ശിക്ഷിക്കണ പോലെ കുട്ടികളെ ശിക്ഷിച്ചു കഴിഞ്ഞാൽ
ആ ശിക്ഷ കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ അവൻ കൊടും കുറ്റവാളിയായി മാറാനുള്ളൊരു സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുട്ടികളായിട്ട് നോക്കുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അവരുടെ ശിക്ഷകളിലും മറ്റുമൊക്കെ കൊടുക്കുന്നതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഈ ആക്ട് പ്രകാരം കുറ്റകൃത്യങ്ങളെ 3ആയിട്ട് തിരിക്കാൻ പറ്റും. ജുവനൈൽ ജസ്റ്റിസ് ആക്ട് പ്രകാരം കുറ്റകൃത്യങ്ങളെ 3ആയിട്ട് തിരിക്കാൻ പറ്റും. അതിൽ ഫസ്റ്റ് കാറ്റഗറി എന്ന് പറഞ്ഞാൽ ഹീനിയസ് ഒഫൻസസ്, അതായത് മർഡർ, റേപ്പ് തുടങ്ങിയ ഗ്രാവിറ്റി കൂടിയ കുറ്റകൃത്യങ്ങളാണ് ഹീനിയസ് ഒഫൻസ് എന്ന് പറയുന്നത്. അതായത് 7 വർഷത്തിന് മീതെ ഇംപ്രിസൺമെന്റ് കിട്ടാവുന്ന എല്ലാ ശിക്ഷകളും ഈ കാറ്റഗറിയിൽ വരുന്നു. അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞാൽ സീരിയസ് ഒഫൻസസ്, 3 വർഷം തുടങ്ങി 7 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ ഈ കാറ്റഗറിയിൽ വരും. അതുകൂടാതെ തന്നെ 3 വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന കുറ്റകൃത്യങ്ങൾ പെറ്റി ഒഫൻസസിൽ വരും. ഇത്തരം കുറ്റകൃത്യങ്ങളാണ് ഈ 3ആയിട്ട് കുട്ടികളുടെ കാര്യത്തിൽ തരംതിരിച്ചിരിക്കുന്നത്. സമീപകാലത്ത് പല കേസുകളിലും പോലീസിന് കുട്ടികളുമായി ഇടപഴകേണ്ടി വരാറുണ്ട്. ഈ പോലീസ് എങ്ങനെയൊക്കെയാണ് ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യേണ്ടത്? ഒരു കാരണവശാലും കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ പാടുള്ളതല്ല. കുട്ടികളുടെ നിയമത്തിൽ അത് പ്രത്യേകം പറയുന്നുണ്ട്. കുട്ടിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല, കൂട്ടിക്കൊണ്ടുവരാൻ മാത്രമേ പാടുള്ളൂ. അതുപോലെ തന്നെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവരുമ്പം കുട്ടിക്ക് പോകുന്ന പോലീസ് ഓഫീസർക്ക് യൂണിഫോം ഇടാൻ പാടില്ല, ഹാൻഡ് കഫ് ഉപയോഗിക്കാൻ പാടില്ല, അതുപോലെ തന്നെ പോലീസ് ജീപ്പ് പാടില്ല. അങ്ങനെയുള്ള പോലീസിൻ്റെതായിട്ടുള്ള യാതൊന്നും പാടില്ല എന്ന് നിയമം വളരെ കർശനമായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ പാലിക്കപ്പെടാറുണ്ടോ എന്നുള്ളത് നമ്മൾ ടി വിയിലൊക്കെ കാണാറുള്ളതാണ് സാധാരണ. അപ്പോൾ നിയമത്തിൽ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടിക്കെതിരെ FIR ഇടാൻ പാടുള്ളതല്ല. വളരെ അപൂർവമായിട്ടുള്ള കാര്യം ഹീനകൃത്യത്തിൽ ഉൾപ്പെടുകയും അവൻ്റെ കൂടെ മറ്റുള്ള ക്രിമിനലുകൾ ഉണ്ടാവുകയും ചെയ്താൽ മാത്രമേ അവർക്കെതിരെ FIR ഇടാൻ പാടുള്ളൂ. അല്ലാത്ത പക്ഷം SBR എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ടാണ് ഫയൽ ചെയ്യേണ്ടത്. FIRന് പകരം SBR, സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട് റിപ്പോർട്ട്. അതായത് കുട്ടിയുടെ സോഷ്യൽ ബാക്ക്ഗ്രൗണ്ട്സിനെ കുറിച്ച് അന്വേഷിച്ചതിന് ശേഷം അവൻ്റെ വിദ്യാഭ്യാസം, സാഹചര്യങ്ങൾ, പാരൻസിൻ്റെ സാഹചര്യങ്ങൾ, അവൻ കളിച്ചു വളരുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വെച്ചിട്ട് ഒരു റിപ്പോർട്ടാണ് FIRന് പകരം ഫയൽ ചെയ്യേണ്ടത്, പോലീസ് ഫയൽ ചെയ്യേണ്ടത്. പ്രത്യേകം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. യൂണിഫോം പാടില്ല. അതുപോലെ തന്നെ കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ ഇത്തരം കുട്ടികളോട് പെരുമാറുമ്പോൾ സാധാരണ കുട്ടികളെ പോലെയാണ് പെരുമാറേണ്ടത്. അതായത് വിക്ടിമായാലും അക്യൂസ്ഡ് ആയാലും ഒരുപോലെ വേണം പെരുമാറാൻ. സാധാരണ നമ്മൾ മറ്റു കുട്ടികളോടൊക്കെ ഇടപഴകണ പോലെയാണ് പെരുമാറാവും. അതുപോലെ തന്നെ സ്റ്റേഷനിലെ തന്നെ പോലീസിൻ്റെ ഏറ്റവും നല്ല സ്ഥലത്ത് വേണം നമ്മൾ സൂക്ഷിക്കാൻ. പോലീസ് സ്റ്റേഷൻ്റേതായ സാഹചര്യമില്ലാത്ത ഏതെങ്കിലും റൂമിലോ അങ്ങനെയുള്ള സ്ഥലത്തോ വേണം അവനെ കൊണ്ട് നിർത്താൻ. അതുപോലെ സ്റ്റേഷൻ അന്തരീക്ഷം പറ്റാമെങ്കിൽ ഒഴിവാക്കുക. അതുപോലെ തന്നെ കുട്ടിയുടെ ആവശ്യങ്ങൾ നടത്തി കൊടുക്കുക. പിന്നെ മറ്റ് പ്രൊസീജിയർ യാതൊന്നും പാടുള്ളതല്ല. അതുപോലെ യാതൊരുവിധ മനുഷ്യാവകാശ ലംഘനങ്ങളും കുട്ടിയുടെ കാര്യത്തിൽ പാടുള്ളതല്ല. കൂടാതെ രാവിലെ 6 മണിക്ക് മുന്നേയും വൈകുന്നേരം 6 മണിക്ക് ശേഷവും കുട്ടിയെ ചോദ്യം ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ കുട്ടിയെ കൂട്ടിക്കൊണ്ടുവന്നതിന് ശേഷം റിലേറ്റീവ്സിനെ വിവരം അറിയിക്കണം. അതുപോലെ തന്നെ ബന്ധുക്കളുടെ മുമ്പിൽ വെച്ചിട്ട് വേണം കുട്ടിയെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വേണം എന്നുള്ളത് നമ്മുടെ നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതുപോലെ ചില കേസുകൾക്ക് കുട്ടിയെ വേണമെങ്കിൽ പോലീസിന് ഒബ്സർവേഷൻ ഹോമിൽ പാർപ്പിക്കാനുള്ള റൈറ്റുമുണ്ട്. നമുക്കറിയാം, സാധാരണ കുറ്റവാളികളെ കോടതിയിലാണ് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഹാജരാക്കാറുള്ളത്. പക്ഷെ ഒരു കുട്ടിയെ എവിടെയാണ് ഹാജരാക്കുന്നത്? കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ട അല്ലെങ്കിൽ കുറ്റാരോപിതനായ ഒരു കുട്ടിയെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഹാജരാക്കേണ്ടത്, പോലീസ് ഹാജരാക്കേണ്ടത് കോടതിയിലല്ല, പകരം ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന് പറഞ്ഞാൽ ഇത്തരം കേസുകൾ, കുട്ടികളുടെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത് ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് എന്ന JJ ബോർഡാണ്. അതിൻ്റെ ഉള്ളിൽ പ്രിൻസിപ്പൽ മജിസ്ട്രേറ്റ് ആയിരിക്കും ഹെഡ് ചെയ്യുന്നത്. കൂടാതെ 2 മെമ്പേഴ്സ് കൂടി ഉണ്ടായിരിക്കും. അതിൽ ഒരാൾ സ്ത്രീ ആയിരിക്കും. ഇവരുടെ കാലാവധി 3 വർഷമായിരിക്കും. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിൽ സാധാരണ കോടതിയുടേതായിട്ടുള്ള യാതൊരു അന്തരീക്ഷവും ഉണ്ടായിരിക്കില്ല. ചൈൽഡ് ഫ്രണ്ട്ലി ആയിരിക്കും. അതുപോലെ തന്നെ ഇവരുടെ വിചാരണ 4 മാസത്തിനുള്ളിൽ തന്നെ തീർക്കേണ്ടതാണെന്നുള്ളത് നിയമത്തിൽ പ്രത്യേകം പറയുന്നുണ്ട്. കൂടാതെ അവിടെ പോലീസുകാർ കുട്ടിയെ ഹാജരാക്കുമ്പോൾ യൂണിഫോം ആയിട്ടുള്ള യാതൊരു സാധനവും ഇട്ടുകൊണ്ട്, പോലീസിൻ്റെതായ യാതൊരു ചിഹ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇട്ടുകൊണ്ട് പോകാൻ പാടില്ല എന്നുള്ളതും നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഒരു കുട്ടി കുറ്റം ചെയ്തു എന്ന് തെളിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അവൻ്റെ മുന്നിലുള്ള മാർഗം എന്താണ്? ഞാൻ ഉദ്ദേശിച്ചത് ജാമ്യ വ്യവസ്ഥകൾ എങ്ങനെയാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം? ഇവരുടെ ബെയിലിനെ സംബന്ധിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ കേസിൽ സാധാരണ അവരെ നോർമൽ ജാമ്യത്തിൽ വിടാവുന്നതാണ്. ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ഷുവർട്ടി വേണമെന്നൊന്നും മിക്കവാറും കേസിൽ പറയാറില്ല. പിന്നെ ചില സാഹചര്യങ്ങളിൽ മാത്രമേ ബെയിൽ നിരസിക്കാൻ വഴിയുള്ളൂ. അതിലൊരു സാഹചര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊടും കുറ്റവാളികളുടെ ഒപ്പമുള്ള കുറ്റകൃത്യത്തിൽ പങ്കാളികളാകുന്ന സാഹചര്യം. അതുപോലെ തന്നെ കുട്ടിയെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ കുട്ടിയുടെ ജീവന് തന്നെ ആപത്താവുന്നുണ്ടെങ്കിൽ ചിലപ്പം ബെയിലിൽ വിടാണ്ടിരിക്കാനുള്ളൊരു കാരണമാണ്. അതുകൂടാണ്ട് തന്നെ ഈ കൊടും കുറ്റവാളിയാണ് എന്നുള്ള ഒരു ഇത് വന്നു കഴിഞ്ഞാൽ, അതായത് അവനെ പുറത്തു വിട്ട് കഴിഞ്ഞാൽ സമൂഹത്തിന് ആപത്താണെന്ന് വന്നു കഴിഞ്ഞാലും വേണമെങ്കിൽ ബെയിൽ നിരസിക്കാൻ വേണ്ടിയിട്ട് പറ്റും.
ഇനി കുട്ടിയെ ബെയിലിൽ അയക്കാൻ സാധിക്കാത്ത സാഹചര്യമാണെങ്കിൽ കുട്ടിയെ ജുവനൈൽ ജസ്റ്റിസ് ബോർഡ് ഒബ്സർവേഷൻ ഹോമിലേക്ക് അയക്കുന്നതാണ്. എന്തൊക്കെ തരത്തിലുള്ള ഉത്തരവുകളാണ് ഈ ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് പുറപ്പെടുവിക്കാൻ സാധിക്കുന്നത്? അതേക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? കുട്ടികളുടെ കാര്യത്തിൽ കുട്ടി കുറ്റം ചെയ്തു എന്ന് ജുവനൈൽ ജസ്റ്റിസ് ബോർഡിന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചില ഉത്തരവുകളൊക്കെ അവർക്ക് പുറപ്പെടുവിക്കാൻ പറ്റും. അതിലൊന്നാമത്തേത് അഡ്മോണിഷൻ എന്നുള്ളതാണ്. അഡ്മോണിഷൻ എന്ന് പറഞ്ഞാൽ ശക്തമായ താക്കീത് അല്ലെങ്കിൽ ശ്വാസന അല്ലെങ്കിൽ ഉപദേശം ഇതൊക്കെ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കാൻ പറ്റും. കുട്ടിയും പാരൻസിനെയും അല്ലെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനെയൊക്കെ വെച്ചിട്ട് ആവശ്യമെങ്കിൽ ഒരു ഗ്രൂപ്പ് കൗൺസിലിംഗ് കൊടുക്കാൻ ചിലപ്പം ഓർഡർ ആവാറുണ്ട്. അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി സർവീസിന് വേണ്ടിയിട്ട് വിടാറുണ്ട്. കൂടാതെ ഫൈൻ ഇമ്പോസ് ചെയ്യാറുണ്ട്, കുട്ടിക്ക് പിഴ ശിക്ഷയായിട്ട് കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ ചിലപ്പം റിലീസ് ചെയ്യാറുണ്ട്. നല്ല നടപ്പിന് 3 വർഷത്തേക്ക് നല്ല നടപ്പിന് അവനെ വേറെ കുറ്റകൃത്യങ്ങളിലൊന്നും ഉൾപ്പെടില്ല എന്നുള്ള നല്ല നടപ്പിന് അവനെ വിടാറുണ്ട് പാരൻസിൻ്റെ ജാമ്യത്തിൽ. അതുകൂടാതെ തന്നെ ചില സാഹചര്യങ്ങളിൽ അവനെ സ്പെഷ്യൽ ഹോമിലേക്ക് 3 വർഷത്തേക്ക് വിടാറുണ്ട്. അതായത് അവനെ റിഫോർമേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്പെഷ്യൽ ഹോമിലേക്ക് 3 വർഷത്തേക്കും അയക്കാറുണ്ട്. നമ്മൾ നേരത്തെ പോലീസിന്റെ കാര്യം സൂചിപ്പിച്ചതുപോലെ തന്നെ നിർഭാഗ്യവശാൽ മാധ്യമങ്ങളും ഈ അടുത്ത കാലത്തായി കുട്ടികളുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകൾ നിരന്തരം റിപ്പോർട്ട് ചെയ്യേണ്ടി വരാറുണ്ട്. എന്തൊക്കെയാണ് മാധ്യമങ്ങൾ ഈ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയാമോ, കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ? മാധ്യമങ്ങളോടായിട്ട് പറയാനുള്ളത്, മാധ്യമങ്ങൾ കുട്ടികളുടെ ഐഡന്റിറ്റി യാതൊരു കാരണവശാലും ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് നിയമത്തിൽ പറയുന്നുണ്ട്. സെക്ഷൻ 74 അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ റിപ്പോർട്ട് ചെയ്യുന്ന പക്ഷമോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും കുട്ടിയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തുന്ന രീതിയിൽ എന്തെങ്കിലും ന്യൂസോ മറ്റോ കൊടുക്കുകയാണെങ്കിൽ അത് 6 മാസം വരെ തടവോ അല്ലെങ്കിൽ 2 ലക്ഷം രൂപ ഫൈനോ ഇത് രണ്ടും കൂടിയോ കിട്ടാനുള്ള വകുപ്പുണ്ടെന്നുള്ളത് നിയമത്തിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അധ്യാപകർക്കെതിരെ പരാതികൾ വളരെ കൂടി വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. പലപ്പോഴും കുഞ്ഞുങ്ങളെ അകാരണമായി ശിക്ഷിച്ചു, മർദ്ദിച്ചു തുടങ്ങിയിട്ടുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള പരാതികൾ നമ്മൾ നിരന്തരം കേൾക്കാറുണ്ട്. അധ്യാപകർ എന്ന നിലയിൽ അല്ലെങ്കിൽ മാതാപിതാക്കൾ ആരൊക്കെയാണോ കുട്ടികളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത്, ഇവരൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒരു കുഞ്ഞിനെ കൈകാര്യം ചെയ്യുമ്പോൾ? ആ ക്വസ്റ്റ്യൻ വളരെ റെലവൻ്റ് ആണ്. കാര്യം ഒരുപാട് പരാതികളാണ് അധ്യാപകർ കുട്ടികളെ ഉപദ്രവിക്കുന്നു അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും വളരെയധികം ഉപദ്രവിക്കുന്നു എന്നൊക്കെയുള്ള പരാതി കുറേ ആയി ഇപ്പോൾ കിട്ടുന്നു. അത് ചിലത് സത്യം ഉണ്ടാവാം, ചിലത് കുട്ടികൾ തന്നെ പറയുന്നതായിരിക്കും. പക്ഷേ അതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ 75 ഓഫ് ദി ജുവനൈൽ ജസ്റ്റിസ് ആക്ടിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്, കുട്ടികളുടെ ചാർജിൽ ആരെങ്കിലും കുട്ടികളെ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ മെൻ്റലി ഫിസിക്കലി ഒക്കെ കുട്ടിക്ക് ഒരു പ്രഷർ ഉണ്ടാക്കുന്ന രീതിയിൽ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് 3 വർഷം വരെ തടവ് ശിക്ഷയോ അല്ലെങ്കിൽ 1 ലക്ഷം രൂപ ഫൈനോ അല്ലെങ്കിൽ ഇത് രണ്ടും കൂടിയോ കിട്ടാന്നുള്ള നിയമത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുട്ടികളുടെ കയ്യേറ്റം ചെയ്യുക അല്ലെങ്കിൽ മാനസികമായിട്ടൊക്കെ എന്തെങ്കിലും ചെയ്യൊക്കെ അധ്യാപകർ മുതിരുകയാണെങ്കിൽ വളരെയധികം ശ്രദ്ധിക്കണം. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കുറ്റകൃത്യമായിട്ടാണ് അത് കരുതപ്പെടുന്നത്.